മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തില് നാം വായിക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം അത് യേശുവിന്റെ നാമമാണ്. യേശുനാമമാണ് നമുക്ക് രക്ഷ നേടിത്തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ രക്ഷ നൽകുവാനായിട്ട് ഈ ലോകത്തില് ഒരു വ്യക്തികൾക്കും സാധിക്കുകയില്ല. പരിപൂർണമായിട്ടുള്ള രക്ഷയുടെ അനുഭവം അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രക്ഷ കിട്ടുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ അതെവിടെ കിട്ടുന്നുവോ അവിടേക്ക് നമ്മൾ പോകണം, എങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ. യേശുക്രിസ്തുവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന് രക്ഷ ലഭിക്കുന്നത് എങ്കിൽ ആ രക്ഷ നേടിയെടുക്കുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് പോകണം. മറ്റെവിടേക്കും പോയിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിന് മാത്രമേ യഥാർത്ഥ രക്ഷയുടെ അനുഭവം നിന്റെ ജീവിതത്തിന് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കാമോ അത്രമാത്രം ചേർന്ന് നിൽക്കുക. യേശുക്രിസ്തുവിനെ എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിക്കുക. യേശുക്രിസ്തുവിനെ എത്രമാത്രം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുമോ അത്രമാത്രം സ്വന്തമാക്കുക. രക്ഷ നിന്നിൽ നിന്ന് അകലെയായിരിക്കുകയില്ല. കരങ്ങളെ യാചനയോടെ പിടിച്ച് നിന്റെ ജീവിതത്തെയും നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും, പ്രത്യേകിച്ച് നിനക്ക് രക്ഷ ലഭിക്കേണ്ട എല്ലാ മേഖലകളെയും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് നൽകിക്കൊണ്ട്, ഈശോയെ, എന്റെ രോഗത്തിൽ നിന്ന്, എന്റെ കടബാധ്യതകളിൽ നിന്ന്, എന്റെ പരാജയങ്ങളിൽ നിന്ന്, എന്റെ കുടുംബത്തിന്റെ തകർച്ചകളിൽ നിന്ന് എവിടെയാണോ നിനക്ക് രക്ഷ വേണ്ടത് ആ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. രക്ഷ ലഭിക്കേണ്ട ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അങ്ങ് തൊടണമേ. രോഗത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നെല്ലാം ഇവരെ രക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാലും ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാലും ഇവരിൽ നിന്നും, ഇവരുടെ ഭവനങ്ങളിൽ നിന്നും, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്നും തിന്മയുടെ എല്ലാ ശക്തികളെയും, പൈശാചിക ശക്തികളെയും ദുർശക്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.